വിധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന മലബാറിലെ ദുരിത ജീവിതത്തിന്റെ ബലഹീനത കൊണ്ട് മാത്രം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ വിധിക്കപ്പെട്ട ചിലരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഇന്ന് സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരിക്കുന്നു വൃദ്ധന്മാർ. ഇന്നത്തെ വ്യവസ്ഥിതി വാർദ്ധക്യത്തെ ഒരു രോഗമോ ശാപമോ ആക്കി മാറ്റിയിരിക്കുന്നു. ബലിയാടുകളാവാൻ വിധിക്കപ്പെട്ട ഇവരുടെ വേദനകളെ കാണാൻ സമൂഹം തയ്യാറാവുന്നില്ല. ഏറ്റവും കൂടുതൽ സ്നേഹവും പരിചരണവും വേണ്ട ഈ സമയത്ത് അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ഇവരെ സമൂഹത്തിൽ നാം കണ്ടിട്ടും നാളെ എനിക്കും ഈ ഗതിയാണെന്ന കാര്യത്തിൽ ആർക്കും ബോധോദയമുണ്ടാകുന്നില്ല. ആധുനിക സമൂഹത്തിലെ ഒരു പുത്തൻ സമ്പ്രദായമാണ് മറ്റുള്ളവർ കാണാൻ വേണ്ടി സഹായം നൽകുന്നത്. എന്നാൽ സ്വന്തം മാതാപിതാക്കളെ പരിപാലിക്കാനും സഹായിക്കാനും കഴിയാത്ത നമ്മൾ എന്തിനാണ് സഹായത്തെ ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റുന്നത്? നീറുന്ന മനസ്സുമായി കഴിയുന്ന ഇവരുടെ ഒരു ശാപവാക്ക് മാത്രം മതി മക്കൾക്ക് ജീവിതകാലം മുഴുവൻ നരകിക്കാൻ. സത്യത്തിൽ ഇവർക്കും ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവകാശം മാത്രമല്ല, അതിനുള്ള സ്വത്തുക്കളും ആയ കാലത്ത് ഇവരിൽ പലരും സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. എന്നാൽ മക്കളുടെ സുഖസൗകര്യത്തിനു വേണ്ടി മാത്രമാണ് ഇവർ ഈ വിധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മക്കളും ബന്ധുക്കളും കൈവിട്ട പാവം വൃദ്ധജനങ്ങൾക്ക് ഒരു കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന മേഴ്സി ഹോം ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള കേന്ദ്രങ്ങളെ നാം ഈ അവസരത്തിൽ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരമൊരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ച PJ മാമനെയും ഭാര്യയെയും പോലുള്ള സുമനസ്സുകളെ നാം ശരിക്കും ആദരിക്കേണ്ടതുണ്ട്. മേഴ്സി ഹോം ഇന്ത്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതൊരു നിസ്സഹായരായിട്ട് ആരും സംരക്ഷിക്കാനില്ലാതെ അവശത അനുഭവിക്കുന്ന പ്രായം ചെന്ന ആളുകൾ സ്വന്തക്കാരുണ്ടിട്ടും ഉണ്ടായാലും നോക്കാൻ ആരുമില്ലാതെ വിഷമിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ആതുരാലയം അല്ലെങ്കിൽ ഒരു കരുണാഭവനാണ് ഈ മേഴ്സി ഹോം എന്നുള്ള ഈ സ്ഥാപനം. വളരെ അധികം അധ്വാനവും വളരെ ഉത്തരവാദിത്വമുള്ള ഒരു സംഗതിയാണ് ഈ ഓൾഡ് ഏജ് ഹോം നടത്തുക എന്നുള്ളത്. പലരും അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്വവും വളരെ കാര്യമായി ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതിയാണ് ഈ പ്രായം ചെന്നവരെ സംരക്ഷിക്കുക. ഒരു വീട്ടിൽ ഒരാൾ അല്ലെ രണ്ടാൾ പ്രായം ചെന്നവരെ സംരക്ഷിക്കാൻ കഴിയാത്ത സ്ഥാനത്താണ് 20, 30, 40 അല്ലെങ്കിൽ അതിലധികം ആളുകളെ സംരക്ഷിക്കുന്നത്. വളരെ ഉത്തരവാദപ്പെട്ട കാര്യമാണ്. എങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. കാരണം അതിനായിട്ട് ഞങ്ങൾ പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടോ ഭാരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ വൃദ്ധരായ മാതാപിതാക്കളെ ഇത്തരമൊരു വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നത് ഒരു മോഡേൺ ട്രെൻഡായി സ്വീകരിച്ച മലബാറിൽ നിന്ന് മേഴ്സി ഹോം ഇന്ത്യ പോലുള്ള സംഘടനകൾ ഒരു സ്ഥിരം കാഴ്ചയാണ്. ഇത്തരത്തിൽ നോക്കുമ്പോൾ ഇവയുടെ സാധ്യത ഒരിക്കൽ കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വൃദ്ധസദനം പോലെ തന്നെ മലബാറിൽ അഭിമാനകരമായ ഒരു സംഘടനാ രൂപമാണ് AWH. കൊണ്ടോട്ടിയിലെ 17-ാം മൈലിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ ബുദ്ധിവൈകല്യമുള്ള കുട്ടികളാണ് അന്തേവാസികൾ. ബുദ്ധിവൈകല്യം കാരണം സമൂഹത്തിൽ നിന്നും അന്യം നിൽക്കാൻ വിധിക്കപ്പെട്ട ഇവർക്ക് ഒരു സഹായഹസ്തവുമായാണ് AWH പ്രവർത്തിക്കുന്നത്. 1992 സ്ഥാപിതമായ ഈ സ്ഥാപനം സൊസൈറ്റി ബിൽഡിംഗ് വാടകയ്ക്കെടുത്താണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. ബുദ്ധിവൈകല്യമുള്ള കുറേ കുട്ടികൾക്ക് ഒരു കൂട്ടം അധ്യാപികമാരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ശരിക്കും പരിഗണനാത്മകമാണ്. 1992 CBR പ്രോജക്റ്റ് എന്ന പ്രോജക്റ്റാണ് ഇത് കൊണ്ടുവന്നത്. AWHും ശേഷിയും കൂടി സംയുക്തമായിട്ടാണ് ഈ ഇങ്ങനെയൊരു സ്കൂള് കൊണ്ടുവന്നത്. ആദ്യമായിട്ട് AWH തുടങ്ങിയത് കൊണ്ടോട്ടി AWHൽ ഡഫ് ചെവി കേൾക്കാത്ത കുട്ടികളൊരു സെൻ്ററായിരുന്നു.
അത് ലെപ്രസി യൂണിറ്റ് ഉണ്ടായിരുന്നു ഇവിടെ. അതിൻ്റെ കീഴിൽ അവർ ഫീൽഡിൽ നടന്നപ്പം ചെവി കേൾക്കാത്ത കുട്ടികളെ കണ്ടെത്തുകയും അവരെ ഒരു ചെറിയൊരു ട്രെയിനിങ് കൊടുക്കാനുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി അവർ പിന്നെയും കുറേ ബുദ്ധിമാന്യം സംഭവിച്ച കുട്ടികളെ കണ്ടെത്തുകയും അവർ കൂടിയും ബാധകമായിട്ട് ഒരു സെൻറ്റർ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം കുറേ കുട്ടികൾ, ഇഷ്ടംപോലെ കുട്ടികൾ നമ്മുടെ സെൻറ്ററിൽ വരികയും അവർക്ക് അത്യാവശ്യം എഴുത്തും വായനയും നേടുകയും ചെയ്തു. AWH മലബാറിന് ഒരു മുതൽക്കൂട്ടാണ്. ഇവരുടെ ഒരു ദിവസത്തെ പ്രവർത്തനം നിരീക്ഷിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. കായിക പരിശീലനം, പ്രായോഗിക പരിശീലനം, കമ്പ്യൂട്ടർ പരിജ്ഞാനം, അടിസ്ഥാന വിദ്യാഭ്യാസം, ഇവയെല്ലാം കൊണ്ടുതന്നെ AWHന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. മരവിച്ച മനുഷ്യത്വത്തിന് നേർക്ക് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് ഉഷാദേവി. ഇവരും നമ്മളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ്. എന്നിട്ടും വിധി ഏൽപ്പിച്ച ദുരന്തത്തിൽ നിസ്സഹായയായി നിൽക്കാനേ ഇവർക്ക് കഴിയൂ. കാണുന്നവരുടെ കാഴ്ചയ്ക്കു മാത്രമല്ല, മനസ്സിനും കൂടി വൈകല്യമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇവരുടെ ജീവിതം. സ്വന്തം ബന്ധുക്കളും അയൽവാസികളും സുഹൃത്തുക്കളുമൊക്കെ കൈയൊഴിഞ്ഞ ഇവരെ ഏറ്റെടുക്കാൻ ഒരു സംഘടന പോലും തയ്യാറല്ല എന്നത് ഒരു അപമാനകരമായ സത്യമാണ്. ഏത് ശാസ്ത്രത്തിനും മനുഷ്യ മനസ്സിൽ വേരൂന്നിയ അന്ധവിശ്വാസങ്ങളെ പിഴുതെറിയാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം ഉഷാദേവിയുടെ കാര്യത്തിലെങ്കിലും വിശ്വസിക്കേണ്ടി വരും. ജീവിതം പലതരത്തിലും കുത്തിനോവിച്ച ഇത്രയും കാലത്തിനുള്ളിലും മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള വിരോധവിധേയമായ ആരോപണങ്ങൾക്കും ഉഷാദേവി തയ്യാറല്ല. ഒരു നാൾ അവരും തന്നെ സഹായിക്കുമെന്നു തന്നെയാണ് ഈ പാവത്തിന്റെ വിശ്വാസം. പക്ഷേ ബസ്സിലേക്ക് കയറുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി. ഇന്നലെയും തന്നെ ബസ് കയറിയപ്പോഴും കുറേ ആൾക്കാർക്ക് ഒരു പരിങ്ങലുണ്ടായിരുന്നു. ശ്രദ്ധയ്ക്കില്ല അല്ല. നിന്നെ പോലത്തൊരു പെൺകുട്ടി ഇരുന്നേം പാട് ഓളെ എണീറ്റ് പോവുകയും ചെയ്തു. പക്ഷേ കുറേ വണ്ടികൾ കൊണ്ടോട്ടി നിന്നും വണ്ടി നിർത്തേ ഇല്ല. കുറേ ബസ്സുകാർ ഒഴിഞ്ഞു പോകും കൊണ്ടോട്ടി നിന്നൊക്കെ. എത്രയോ ആൾക്കാർ അടുത്തേന് വന്നു പറയും. പഠിക്കാൻ ചെന്നപ്പോൾ ഒരു കൊണ്ടുവരച്ചെല്ലുണ്ടായിരുന്നു. കുട്ടികൾ മറ്റുള്ള കുട്ടികൾക്കും കൂടി ഒരു വിഷമം വേണ്ട വെച്ചിട്ട് പഠിക്കാൻ വരണ്ടായിരുന്നു ഒരിനോട്. അങ്ങനെ പിന്നെ പോയതുമില്ല, വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ആരെങ്കിലും എഴുതിയിട്ട് നമ്പർ നോക്കാൻ അറിയാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരെയും വിളിച്ച് പറഞ്ഞാലും അതും നമ്മൾ അത് തന്നെ വിചാരിച്ചോളൂ. ഏത് സമയം നമുക്കൊരു ഒരു മനസ്സമാധാനം ഉണ്ടാവുക, ഒരു സമയത്തും ഉണ്ടാവില്ല. എല്ലാവരും ഇപ്പോൾ ഒരുങ്ങി പുറപ്പെട്ടും കളിച്ചും ചിരിച്ചും എല്ലാവരും കൂടുതൽ ഇറങ്ങി ചെല്ലുമ്പോഴും നോട്ടം എൻ്റെ മുഖത്തേക്ക് തന്നെയല്ലേ ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിച്ചു നോക്കിയാണ്. ബസ്സിൽ കൂടിയും യാത്ര ചെയ്യാൻ മടി കാണിക്കുന്ന മലബാറുകാരായ തന്റെ സഹജീവികളെക്കുറിച്ച് ഉഷാദേവിക്ക് സങ്കടമുണ്ട്. എന്നാൽ പോലും പരിഭവം പറയാൻ ഇവർ തയ്യാറല്ല.
ശരീരവൈകല്യം കൊണ്ട് മാത്രം സമൂഹത്തിന്റെ യാതനകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഉഷാദേവിയെപ്പോലുള്ള മനുഷ്യജീവിതങ്ങളും ഇന്ന് മലബാറുകാർക്ക് സുപരിചിതമാണ്. ശരീരത്തിന്റെ ബലഹീനത കൊണ്ട് മാത്രം സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ വിധിക്കപ്പെട്ട ചിലരെ നമുക്ക് ഇവിടെ പരിചയപ്പെടാം. ഇത് കുമാരേട്ടൻ. ജീവിതാസക്തിയുടെ തീക്ഷ്ണ പ്രയാണങ്ങൾക്കൊടുവിൽ ബോധപൂർവം മറയുന്ന ചില മുഖങ്ങളിലൊന്ന്. ശരീരത്തിന്റെ ബലഹീനതയ്ക്ക് മുന്നിലല്ല പലപ്പോഴും മനുഷ്യൻ തോറ്റുപോകുന്നത്. മനുഷ്യനെ തന്നെ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നന്മയുടെ ഇത്തിരി വെട്ടം ഇനിയും നശിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന പാലിയേറ്റീവ് കെയറിനെ പോലെ ചില കൈത്താങ്ങുകൾ ഇവരുടെ കൂടെയുണ്ട്. അതിലുപരി ജീവിതത്തിൽ പൊരുതി നിൽക്കാനുള്ള മനസ്സ്. ആരുടെയും മുന്നിൽ കൈനീട്ടാതെ സ്വന്തം ജീവിതമാർഗം കണ്ടെത്തിയ കുമാരേട്ടൻ ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്നവർക്ക് ഒരു പ്രതീക്ഷയാണ്. ദാരിദ്ര്യത്തിൽ മുഴുകി നിൽക്കുന്ന കുടുംബമായിരുന്നു കുമാരേട്ടൻ്റെത്. അതിൽ നിന്നും പച്ച പിടിച്ചു വരുന്നു എന്ന് തോന്നിയപ്പോഴാണ് ദൈവത്തിൻ്റെ വികൃതി ഈ മനുഷ്യനിൽ പരീക്ഷിതമാകുന്നത്. ഇനി ജോലി ചെയ്യാൻ പറ്റില്ല എന്നറിഞ്ഞ കുമാരേട്ടൻ ആകെ തളർന്നു. ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മോചനമില്ല എന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു പറഞ്ഞതോടെ കുമാരേട്ടനിലെ ഊർജ്ജസ്വലമായ മനസ്സുണർന്നു. തൽഫലമായി കുമാരേട്ടൻ തന്നാലാവുന്ന ഓരോ തൊഴിൽ തിരഞ്ഞെടുക്കുവാൻ തുടങ്ങി. അങ്ങനെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു ഭാരമാകാതിരിക്കാൻ അദ്ദേഹം ജാഗ്രതയോടെ ശ്രമിച്ചു. അത് ഒരു വഴിത്തിരിവാകുകയായിരുന്നു. ഇത് കുമാരേട്ടൻ്റെ സ്വന്തം വാഹനം. സ്വന്തമെന്നു പറഞ്ഞാൽ അധ്വാനിച്ച് നേടിയത്. ഇന്ന് മലബാറിലെ പല സ്ഥലങ്ങളിലും കുമാരേട്ടൻ യാത്ര ചെയ്യുന്നത് ഇതിലിരുന്നാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കുമാരേട്ടൻ തൻ്റെ ദുഃഖങ്ങൾ എല്ലാം മറക്കുന്നത് ഈ പണിപ്പുരയിൽ ഇരുന്ന് ഇത്തരത്തിലുള്ള ജോലികളിൽ ഏർപ്പെടുമ്പോഴാണ്. ഇതെല്ലാം അഭ്യസിച്ചത് പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടു കൂടിയാണെന്ന് സന്തോഷപൂർവ്വം പറയാൻ കുമാരേട്ടൻ്റെ മനസ്സ് ധൈര്യപ്പെടുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ സംഘടന കുന്നമ്പുറത്ത് വരുന്നതും അവർ എൻ്റെ അടുത്ത് ആദ്യം വന്ന് കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണ്, ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് 3 പ്രശ്നങ്ങളാണ്. കാരണം എനിക്കൊരു മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവ് 4 മാസം തിരുവങ്ങാടി പോയി കിടന്നിട്ട് ആ 4 മാസത്തിനിടയ്ക്ക് 2 സർജറി ചെയ്തു. എന്നിട്ട് ആ പൂർണ്ണമായിട്ട് സുഖമായില്ല. അപ്പോൾ ആ സുഖമാകാതെ ഇവിടെ വന്ന് കിടക്കുന്ന അവസ്ഥ